Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ OnePlus 70 ആണ്. അപ്പോൾ OnePlus 70 ഇന്നലെയാണ് അനൗൺസ് ചെയ്തത് ഇന്ത്യയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 37,999 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അതായത് 38,000 രൂപയാണ് പ്രൈസിങ്. അപ്പോൾ ഇതിൽ കുറച്ച് അപ്ഗ്രേഡ് വരുന്നുണ്ട് ഹാർഡ്വെയറിന്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് OnePlus 70യുടെ ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാൻ വളരെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ബോക്സ് പാക്കേജ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് OnePlus 70 എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ബാക്കിലാണെങ്കിലും കുറച്ചൊരു നീളം കൂടിയ ബോക്സാണ് വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ ബ്ലൂ ആണ്. 8GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനകത്ത് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എല്ലാം തന്നെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ പ്രൈമറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റാണ് വരുന്നത്. 855+ ആണ് ചിപ്സെറ്റ്. അത് കുറച്ചും കൂടി ക്ലോക്ക് സ്പീഡ് ഇൻക്രീസ്ഡ് ആണ്. 2.82 GHz നിന്ന് 2.96 GHz ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ GPU പെർഫോമൻസ് സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് ആണ്. പിന്നെ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇത് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേയാണ്. ഗോറില്ല ഗ്ലാസ് 6 സപ്പോർട്ടും ഉണ്ട്. HDR10 എനേബിൾ ഡിസ്പ്ലേയാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും. ഇതിനകത്ത് ട്രിപ്പിൾ റിയർ ക്യാമറാസ് ആണ് വരുന്നത്. 48 MP പ്രൈമറി ക്യാമറയും 12 MP സെക്കൻഡറി ടെലിഫോട്ടോ ലെൻസ്, 16 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാപ്പ് ചാർജിങ് 30 watt വാപ്പ് ചാർജിങ്, അതായത് വാപ്പ് ചാർജിങ് 30T ആണ് വരുന്നത്. പിന്നെ 3800 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ബോക്സും തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ ബോക്സും തുറന്ന് നോക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാം വളരെ ചെറിയൊരു കേസ് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ OnePlus എഴുതി കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും മാനുവലും ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് കാണാം കുറച്ച് സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ OnePlusൻ്റെ നെവർ സെറ്റിലിൻ്റെ ബ്രാൻഡഡ് സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. ഇതിൻ്റെ OnePlus മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് പിന്നെ ഒരു മാനുവലും വാറൻറ്റി ഇൻഫർമേഷൻ, സേഫ്റ്റി ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ മേളിൽ കാണുന്നതാണ് OnePlus 70. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫോൺ ആദ്യം നമ്മൾ ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബോക്സിനകത്ത് എന്തൊക്കെയാണ് കൂടി വരുന്നത് നോക്കാം. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു കേസാണ്. അപ്പോൾ ഇതാണ് TPU കേസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്ന് കാണാം. പിന്നെ വാപ്പ് ചാർജിങ്, ഇത് വാപ്പ് ചാർജിങ് 30T ആണ് വരുന്നത്. പുതിയ വാപ്പ് ചാർജിങ് ആണ്. കുറച്ചും കൂടെ ഫാസ്റ്റർ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 30 തന്നെയാണ്. 5 വോൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 5 വോൾട്ട് 6 ആംപിയർ. അപ്പോൾ 30 വാട്ട് വാപ്പ് ചാർജിങ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് സോഫ്റ്റ്വെയർ വഴി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് USB Type-C കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 70 നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് Android 10 ആണ്, ലേറ്റസ്റ്റ് വേർഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. Android 10 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ സിസ്റ്റം ഇത് കാണാം, അബൌട്ട് ഫോൺ കാണാം. നിങ്ങൾക്ക് Android 10 കൊടുത്തിട്ടാണ് OnePlus 70. ബിൽഡ് നമ്പറും മോഡൽ നമ്പറും എല്ലാം കാണാം. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ്. 8GB റാം, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. 48+16+12 MP ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 90 Hz ഫ്ലൂയിഡ് AMOLED 6.55 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സിസ്റ്റം സ്റ്റേറ്റസ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് കസ്റ്റമൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫിംഗർ പ്രിൻറ്റ്സ് കസ്റ്റമൈസേഷൻ ഉണ്ട്, വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, ക്ലോക്ക് സ്റ്റൈല്, പിന്നെ സിസ്റ്റം ആക്സെൻറ്റ് കളർ, ടോണ്, ഐക്കൺ ഷേപ്പ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. അപ്പോൾ കാര്യമായ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ Android 10 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടേണ്ടതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറയാണ്. അപ്പോൾ ക്യാമറ ഫീച്ചേഴ്സ് UIയിലൊന്നും കാര്യമായ മാറ്റങ്ങളില്ല. പക്ഷേ ഒപ്റ്റിമൈസേഷൻ, സ്റ്റെബിലൈസേഷൻ എല്ലാം തന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിലെ സ്റ്റെബിലൈസേഷനും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചതെന്നാണ് OnePlus അവകാശപ്പെടുന്നത്. നമ്മൾ ക്യാമറ പിന്നീട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. OnePlus 7 ഡുവൽ ക്യാമറയായിരുന്നു. 48 MP ഉണ്ടെങ്കിൽ പോലും ആ ഡുവൽ ക്യാമറയായിരുന്നു. വൈഡ് ആംഗിൾ ലെൻസോ ടെലിഫോട്ടോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് വൈഡ് ആംഗിളുണ്ട്, ഒരു ടെലിഫോട്ടോ ലെൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ നോച്ച് ഇല്ലാത്ത നോച്ചുള്ള വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്.
അതിലാണ് 16 മെഗാ പിക്സൽ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇതൊക്കെയാണ് ഇൻഡോറിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. അതായത് നമുക്ക് ഔട്ട്ഡോർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫോൺ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത കാരണം ഔട്ട്ഡോർ ഷോട്ട്സ് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഔട്ട്ഡോർ ഇടുമ്പോൾ നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഡീറ്റെയിൽ ആയ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ഷോട്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇൻഡോർ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് എടുത്ത ഷോട്ട്സാണ്. പിന്നെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3800 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും ഒരു ദിവസമൊക്കെ എന്താണെങ്കിലും ലാസ്റ്റ് ചെയ്യും. പിന്നെ 30 watt വാപ്പ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 17 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.